മന്നം ജയന്തി സമ്മേളനത്തിൽ രാഷ്ട്രീയ നേതാക്കൾക്ക് വേദിയിൽ ഇടം നൽകാതെ NSSന്റെ സമദൂര നിലപാട് പ്രഖ്യാപനം. മന്നം ജയന്തി സമ്മേളനത്തിന് മുൻപ് മുഖ്യ അതിഥിയായി പങ്കെടുത്തവർക്ക് മന്നമെന്ന് പോലും പറയാൻ അറിയില്ലായിരുന്നുവെന്ന് ജി സുകുമാരൻ നായർ കുറ്റപ്പെടുത്തി. ഓരോ പ്രാവശ്യവും നമ്മൾ ഓരോരുത്തരെ വിളിക്കും, വലിയ പേരും പെരുമയും ഒക്കെ ഉള്ള ആളുകൾ അവരുള്ളവർ തന്നെയാണ്, അവരെ കുറ്റപ്പെടുത്തുന്നില്ല. ഞാൻ കൊണ്ടുവന്നാലേ ജനങ്ങൾക്ക് തൃപ്തിയാവുകയുള്ളൂ. പക്ഷെ ഈ യോഗം ഒരു രാഷ്ട്രീയ യോഗമല്ല. സ്ഥാനമാനങ്ങൾ നോക്കി രാഷ്ട്രീയം ഓരോ കാലത്തും ഉള്ളതുപോലെ രാഷ്ട്രീയത്തിൻ്റെ പ്രതിനിധികളെ വിളിച്ചു വരുത്തി ഒക്കെ സംസാരിക്കാൻ പോയാൽ അവർക്കൊക്കെ വിളിച്ചാൽ കൊള്ളാമെന്നുണ്ട്, ഞങ്ങൾക്കും അങ്ങനെ ഉണ്ട്. പക്ഷെ അവർ വന്നേച്ച് നമ്മളോട് പറയുന്നത് മന്നം എന്നുള്ളതിന് പകരം മന്നം എന്നാണ്. അതാണ് ആ വ്യത്യാസം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സമദൂര നിലപാടാണെന്നും ശബരിമലയിൽ സ്വീകരിച്ചത് ശരിദൂരമെന്നും NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ പറഞ്ഞു. ശരിദൂരം ശബരിമല വിഷയത്തിൽ മാത്രമേ ഉള്ളൂ. അതിനെ രാഷ്ട്രീയമായിട്ട് കുഴക്കേണ്ട കാര്യമില്ല. ആ കാര്യത്തിൽ നമ്മളൊരു ശരിദൂരം ഉണ്ട്. ബാക്കി എല്ലാ കാര്യങ്ങളിലും സമദൂരം തന്നെയാണ്. ടോബി ജോൺസനാണ് പത്തനംതിട്ടയിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. ടോബി, ഗുഡ് ഈവനിങ്. ഈ ഒരു വിഷയത്തിൽ NSSന്റെ പ്രഖ്യാപിത നിലപാട് അത് സമദൂരമെന്ന് തന്നെയാണ്. മന്നം ജയന്തി രാഷ്ട്രീയക്കാരെ വിളിച്ച് നടത്തേണ്ട ഒരു പരിപാടിയല്ല, അതൊരു രാഷ്ട്രീയ പരിപാടിയേ അല്ല. മാത്രവുമല്ല, വരുന്നവർക്ക് മന്നത്ത് പത്മനാഭന്റെ പേര് പോലും ശരിക്കും പറയാൻ അറിയില്ല. അപ്പോൾ അത്തരക്കാരെ വിളിച്ചിട്ട് എന്താണ് കാര്യം എന്ന ചോദ്യം അദ്ദേഹം ഉന്നയിക്കുന്നു. എന്നാൽ ഒരു കാര്യത്തിൽ ശരിദൂരം എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഈ മന്നം ജയന്തി നൽകുന്ന ഒരു രാഷ്ട്രീയ സന്ദേശം എന്താണ്? ക്രിസ്റ്റീന, എടുത്തു പറയേണ്ട ഒരു കാര്യം, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. ഇനി വരാനിരിക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ നേതാക്കളുടെ ഒരു തള്ളിക്കയറ്റം ഉണ്ടാകും എന്നുള്ളൊരു ധാരണ, അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് നേരത്തെ തന്നെ പലരും വിചാരിച്ചിരുന്നു. ഒപ്പം തന്നെ ഒരു രാഷ്ട്രീയ നിലപാട് സുകുമാരൻ നായർ പറയും എന്നുള്ള പ്രതീക്ഷയിലുമായിരുന്നു പല നേതാക്കളും വന്നത്. പക്ഷേ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഇത്രയും നാളും കണ്ടതുപോലെ ആയിരുന്നില്ല. രാഷ്ട്രീയ നേതാക്കളെ അപ്പാടെ ഒരു പടി അകത്തെ നിർത്തിക്കൊണ്ട് തന്നെയായിരുന്നു ഈ നിലപാട് പ്രഖ്യാപനം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. അതിനുള്ള കാരണം തന്നെയാണ് ഈ മുഖ്യാതിഥിയായി പലപ്പോഴും എത്താറുള്ളത് രാഷ്ട്രീയ നേതാക്കൾ തന്നെയായിരുന്നു. മുൻപ് നമ്മൾ കണ്ടത്, ഏറ്റവും അവസാനം കണ്ടത് രമേശ് ചെന്നിത്തലയെ, നീണ്ട 10 വർഷത്തെ പിണക്കം മാറ്റി രമേശ് ചെന്നിത്തലയെ വേദിയിലേക്ക് കഴിഞ്ഞ തവണ കൊണ്ടുവന്നു. അതിനു മുമ്പ് ശശി തരൂരിനെ കൊണ്ടുവന്നു. അങ്ങനെ നിരവധി രാഷ്ട്രീയ നേതാക്കൾ വന്നു പോയിട്ടുള്ളൊരു വേദിയാണ്. പക്ഷേ ഇത്തവണ അത് വേണ്ട എന്ന് തന്നെയായിരുന്നു തീരുമാനം. അതിനുള്ള 2 കാരണങ്ങൾ. ഒന്ന്, ഈ വിഷയത്തെക്കുറിച്ച് രാഷ്ട്രീയ നേതാക്കൾ, ഈ വിഷയം എന്ന് പറയുമ്പോൾ മന്നത്ത് പത്മനാഭനെ കുറിച്ചുള്ള വിഷയങ്ങളിൽ കൃത്യമായിട്ടുള്ള ഗ്രാഹ്യമുള്ള ആളുകളല്ല ഈ കാര്യങ്ങളെല്ലാം അവർക്ക് ഈ മുഖ്യാതിഥിയായിട്ട് വരുമ്പോൾ അവർ സംസാരിക്കുന്നത്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പേര് പറയുന്നതിൽ പോലും പലർക്കും കൃത്യമായി അത് പറയാൻ അറിയില്ല എന്നുള്ളൊരു കാര്യം സുകുമാരൻ നായർ പറയുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് നോക്കുകയാണെങ്കിൽ ഈ രാഷ്ട്രീയ നിലപാട് തന്നെയാണ്. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവിനെ വേദിയിൽ കൊണ്ടുവന്നാൽ, പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ, അതൊരു രാഷ്ട്രീയ വ്യാഖ്യാനം അതിനുണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നുകൂടി മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് മുൻ വൈസ് ചാൻസലറും നിലവിൽ ദേശീയ ന്യൂനപക്ഷ വിദ്യാഭ്യാസ കമ്മീഷൻ അംഗവുമായിട്ടുള്ള സിറിയക് തോമസിനെ ഇത്തവണ കൊണ്ടുവന്നത്. എന്തായാലും നിയമസഭാ തെരഞ്ഞെടുപ്പിലെ നിലപാട് കൂടി അദ്ദേഹം ഇന്ന് വ്യക്തമാക്കുകയുണ്ടായി. അത് ഇത്രയും നാളും തുടർന്നു വന്നിരുന്ന ആ സമദൂര നിലപാട് തന്നെയാണ് NSSന്റേത്. ശരിദൂരം എന്ന നിലപാട് സ്വീകരിച്ചത് അത് ശബരിമല വിഷയത്തിൽ മാത്രമാണെന്നും അദ്ദേഹം ഇന്ന് പറഞ്ഞു വെക്കുന്നു. 2 ദിവസമായിട്ടാണ് ഈ മന്നം ജയന്തി ആഘോഷങ്ങൾ നടന്നത്. ഇന്നലെ പ്രതിനിധി സമ്മേളനം ഉണ്ടായിരുന്നു. അതിലും ഈ ശബരിമലയുമായി ബന്ധപ്പെട്ടുള്ള നിലപാട് അദ്ദേഹം വ്യക്തമാക്കി. സ്വർണ്ണക്കൊള്ളയിലെ നിലപാടായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ടത്. അതിലൊരു വിമർശനം സർക്കാരിനെതിരെ ഉണ്ടാകുമെന്ന് ഏവരും പ്രതീക്ഷിച്ചെങ്കിലും അതും ഉണ്ടായില്ല. കോടതിയുടെ നിരീക്ഷണത്തിൽ ഒരു അന്വേഷണം നടക്കുന്ന പശ്ചാത്തലത്തിൽ അത് നടക്കട്ടെ, ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ വീഴ്ച ഉണ്ടാകുകയാണെങ്കിൽ പ്രതികരണങ്ങൾ നൽകാമെന്ന് പറയുകയായിരുന്നു. എന്തായാലും സർക്കാരിനെ വിമർശിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോയിട്ടില്ല. അത് ഏതാനും മാസങ്ങൾക്ക് മുൻപ് തന്നെ നമ്മൾ കണ്ടതാണ്. ആഗോള അയ്യപ്പ സംഗമത്തിന്റെ സമയത്തൊക്കെ അദ്ദേഹം നിലപാട് മാറ്റിയിരുന്നു. ആ നിലപാട് മാറ്റിയ നിലപാടിൽ ഇപ്പോഴും തുടരുകയാണ്. അതേസമയം തന്നെ NSSന് രാഷ്ട്രീയമില്ല, എല്ലാവരോടും ഒരേ ദൂരം തന്നെയാണ്, അല്ലെങ്കിൽ എല്ലാവരും ഒരുപോലെയാണെന്ന് പറഞ്ഞ് നിലപാട് പ്രഖ്യാപിക്കുകയായിരുന്നു. എന്തായാലും നിയമസഭയിൽ സമദൂരം എന്ന നിലപാട് ആവർത്തിക്കുകയാണ് NSSും സുകുമാരൻ നായരും. ക്രിസ്റ്റീന. ശരി, ടോബി ജോൺസനാണ് പത്തനംതിട്ടയിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേർന്നത്.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.